നനയ്ക്കാതെ എപ്പിസോഡ് 16. രചന ഷിഫ ഹസൻ, അവതരണം ലിൻസി. അന്തരീക്ഷം ഇരുട് മൂടുമ്പോഴാണ് അവർ ഇറങ്ങുന്നത്. ബാസ്ക്കറ്റിൽ സാധനങ്ങളിട്ട് അവർ രണ്ടുപേരും നടന്നു. അവൻ എടുക്കുന്നത് പാസ്ത, മാഗി, മക്രോണിയൊക്കെയാണ്. അവൾ അത് കണ്ട് അവനെ സംശയത്തോടെ നോക്കി. ഇതൊക്കെ അഭിയേട്ടം കഴിക്കൂ? ഏയ്, എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. അരിഭക്ഷണം കഴിക്കില്ലേ എന്നൊക്കെ ഉണ്ടോ എന്നറിയാൻ. അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ ആയിരുന്നല്ലോ എൻ്റെ ഭക്ഷണം. ആ ഓർമ്മയ്ക്ക് അങ്ങനെ ഇട്ടതാണ്. അവൻ മടിയോടെ പറഞ്ഞു. അവൾ അരിയും അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും മറ്റു സാധനങ്ങളും എല്ലാം വാങ്ങി. അപ്പോഴേക്ക് രാത്രിയായിരുന്നു. അവൻ ബില്ല് പേ ചെയ്ത് സാധനങ്ങളുമായി കാറിൽ കയറി. റൂമിലെത്തി അവൾ വസ്ത്രം മാറി ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ പോയി. എനി ഹെൽപ്പ്? അവൻ അവിടേക്കൊന്ന് എത്തി നോക്കി. വേണ്ട, കഴിഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. കട്ടിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അവൻ കിച്ചണിലേക്ക് വന്നു. അഭിയേട്ടൻ പോക്കോ, ഞാൻ ചെയ്തോളാം, എനിക്കിനി വേറെ പണിയൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. അവൾ നിർബന്ധിച്ചപ്പോൾ അവൻ പോയി. അവൾ ഒരു പേടിയോടെയാണ് എല്ലാം ടേബിളിൽ വെച്ചത്. നല്ല പേടിയുണ്ടായിരുന്നു ഫുഡ് എങ്ങനെയുണ്ടാവുമെന്ന് ആലോചിച്ച്. അവൻ ഇഷ്ടപ്പെടുമോ, ദേഷ്യപ്പെടുമോ? ജ്യൂസും ചായയും പോലെ ആവില്ലല്ലോ ഇത്. പക്ഷെ ഉണ്ടാക്കാതെ വയ്യല്ലോ. അവൻ കഴിക്കാനിരുന്നു. മുഖം വിടർന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കുന്നത് വേറെ ഒരു ഫീലാണ്. എത്ര രുചികരമായ ഭക്ഷണമാണെങ്കിലും പുറത്തു നിന്നുണ്ടാക്കിയ ഫുഡിനേക്കാൾ എപ്പോഴും അവനിഷ്ടം വീട്ടിലുണ്ടാക്കുന്ന ഫുഡിനോടാണ്. ഇന്നിപ്പോൾ അതേപോലൊരു ഫീൽ, ആ ഒരു സന്തോഷമായിരുന്നു അവൻ്റെ മുഖത്ത്. അവൾക്കത് കണ്ടപ്പോൾ പേടി കൂടി. ദൈവമേ, ഈ ചിരി ഇപ്പം മങ്ങും. എൻ്റെ ഫുഡ് വായിൽ വെക്കേണ്ട താമസമേ ഉണ്ടാകൂ. താനിരിക്ക്, അവൻ പറഞ്ഞപ്പോൾ അവൻ ഓപ്പോസിറ്റായി അവളും ഇരുന്നു. പിന്നെ ഞാൻ അത്ര നല്ല കുക്കൊന്നുമല്ല, ഇപ്പോൾ ജസ്റ്റ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഫുഡ് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അവൾ മുൻകരുതൽ എന്ന പോലെ പറഞ്ഞു. അവൻ ചിരിച്ചതേ ഉള്ളൂ. എത്ര മോശമായാലും ഇവിടെ ഉണ്ടാക്കിയതല്ലേ. ആൻഡ് ഓൾസോ മനസ്സ് നിറഞ്ഞുണ്ടാക്കുന്ന ഏത് ഫുഡും എനിക്ക് ടേസ്റ്റിയാണ്. അവൻ ചപ്പാത്തി മുറിച്ച് കറിയിൽ മുക്കി വായിൽ വെച്ചു. ഗുഡ്, നന്നായിട്ടുണ്ടല്ലോ. ഇതിനാണോ താനിങ്ങനെ പേടിക്കുന്നത്? ഇത് പോരെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുഡ് കഴിച്ചാൽ താൻ എന്ത് പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും പറയുവാണോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ആടോ, അടിപൊളിയായിട്ടുണ്ട്. എന്നെ കളിയാക്കുവാണോ? ചേടാ, സത്യം പറഞ്ഞാൽ വിശ്വസിക്കില്ലേ. എത്ര അടിപൊളിയല്ലെന്ന് എനിക്കറിയാം, ഒപ്പിക്കുക, അത്രേ ഉള്ളൂ. അവൾ അതും പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് തുടർന്നു. അവനും. അവർ വിളിച്ചു. പിന്നെ അവൾ ചോദിച്ചു. ഇല്ല, ഒരു 2 hours കൂടി എടുക്കായിരിക്കും എത്താൻ. രാവിലെ എഴുന്നേറ്റപ്പോൾ രാത്രി കിടന്ന പോലെ തന്നെ രണ്ടുപേരും രണ്ട് ഭാഗത്തായിരുന്നു. അവൾ എഴുന്നേറ്റ് ഫ്രഷായി കിച്ചണിൽ ചെന്ന് പണി തുടങ്ങി. അതിനിടയിൽ അവനും എഴുന്നേറ്റ് ഒരു കോഫി കുടിച്ച് ജോഗിങ്ങിന് പോയി. അവൾ അപ്പോഴേക്ക് ഒരുങ്ങി നിന്നു. അവൻ തിരിച്ചു വന്ന് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവൻ റെഡിയായി. ടോപ്പിന് മുകളിലിട്ട താലിയും ഇത്തിരി കട്ടിയിൽ തൊട്ട സിന്ദൂരവും പ്രത്യക്ഷത്തിൽ അവളെ വിവാഹിത എന്നറിയിക്കുന്നുണ്ടായിരുന്നു. ഡോ, എനിക്ക് താൻ സിന്ദൂരം തൊടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അവൻ മടിച്ചാണ് അത് പറഞ്ഞത്. അവൾ ഇതൊക്കെ ഇഷ്ടത്തോടെയാണോ ചെയ്യുന്നത് എന്ന പേടി അവനുണ്ടായിരുന്നു. തനിക്ക് വേണ്ടിയാണെങ്കിൽ നിർബന്ധിക്കണമെന്ന് തോന്നി അവന്. അവൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി. അല്ല, താൻ ബുദ്ധിമുട്ടി തൊടേണ്ടെന്ന് അവൻ അവളുടെ മുഖം കണ്ട് വിക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അഭിയേട്ടന് എന്തെങ്കിലും പ്രശ്നം? അവളുടെ മങ്ങിയ മുഖം കണ്ട് അവൻ ആ ചോദ്യം പൂർത്തീകരിക്കും മുന്നേ തന്നെ അതിലിടപെട്ടു. ഏയ്, എനിക്കൊരു പ്രോബ്ലം ഇല്ല, താൻ വാ, ലേറ്റായി. അവളുടെ മാസ്റ്റർ പീസ് ഡയലോഗ് ആയിട്ടുണ്ട് ഇപ്പോൾ അത്. അവൾ ചിന്തകളോടെ അവൻ്റെ പിന്നിൽ പോയി കാറിൽ കയറി. ഓഫീസിൽ കാർ ഇറങ്ങുമ്പോൾ അവൾക്കുള്ളിൽ ഒരു ബാൻഡ് മേളം നടക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരുടെ നോട്ടം, സംസാരം, എന്തൊക്കെ കേൾക്കേണ്ടി വരും? അവരൊക്കെ ഇനി എങ്ങനെയാണ് തന്നോട് ഇടപെടുക എന്നുള്ള പേടിയെല്ലാം അവൾക്കുണ്ടായിരുന്നു. അവൻ ആ മടിച്ചു നിർത്തം കണ്ട് അവളെ വിളിച്ചു. അവളൊന്ന് നിശ്വസിച്ച് അവൻ്റെ പിന്നിൽ പതിയെ നടന്നു. ഓഫീസിൽ എല്ലാവരും എത്തിയിരുന്നു. അവർ രണ്ടുപേരും കുറച്ച് ലേറ്റാണ്. അവൻ്റെ പിന്നിലായി വരുന്നവളിലായിരുന്നു എല്ലാവരുടെയും കണ്ണ്. അവൻ്റെ താലിയും അണിഞ്ഞ് സിന്ദൂരം വരച്ച് അവൻ്റെ കൂടെ. ആ നോട്ടങ്ങളെല്ലാം അവൾക്ക് അസഹനീയമായി തോന്നി. അഭി അവൻ്റെ ക്യാബിനിലേക്ക് കയറുമ്പോൾ അവളോടായി അവനൊന്ന് തലയാട്ടി കാണിച്ചു. അവളൊന്ന് നോക്കുക മാത്രം ചെയ്ത് തല ഉയർത്താതെ ആയിഷയുടെ കൂടെ പോയിരുന്നു. നീ എന്ത് തെറ്റാടി ചെയ്തേ? ആയിഷയുടെ ആ ചോദ്യം കേട്ട് അവൾ പുരുകം ചൊളിച്ചു. കുറ്റവാളികളെ പോലെ തലയും താഴ്ത്തി നടക്കുന്ന കണ്ട് ചോദിച്ചതാ. അവളുടെ സംസാരം കേട്ടപ്പോൾ അവൾ വീണ്ടും തല താഴ്ത്തി. ഓ, ഇവൾ എൻ്റെ നിന്ന് വാങ്ങിച്ചു കൂട്ടും. അവൾ നെടുവേർപ്പെട്ടു. എന്താ ലേറ്റായേ? ഒന്നുമില്ല, ബ്ലോക്കായിരുന്നു റോഡിൽ, അതാ. ഞാൻ നിന്നെ വെയിറ്റ് ചെയ്ത് കുറേ പുറത്തു നിന്നു. ഷാൻസാർ വന്ന് കളിപ്പിട്ടപ്പോൾ കയറിയതാ. അവൾ ചിരിച്ചു. വിശേഷങ്ങൾ പറയടി. കല്യാണം കഴിഞ്ഞപ്പോൾ ആകെയുള്ള കുഞ്ഞു നാവും ഇറങ്ങിപ്പോയോ? ആയിഷ കണ്ണു കൂർപ്പിച്ചു. ഈഷ ചിരിച്ചുകൊണ്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി. നല്ലത് തന്നെ ആയിഷ. അച്ഛനും അമ്മയും ശ്രീയും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇല്ലാത്ത കുറവ് നല്ലോണം ഉണ്ട്. നല്ല രസമായിരുന്നു അന്നൊക്കെ. നിങ്ങളിപ്പോൾ സാറിൻ്റെ റൂമിലല്ലേ? ആടാ. ഇപ്പോഴും അയ്യോ വയ്യേ, സാറിന് ഞാൻ ചേരില്ല മട്ടാണോ? ആയിഷ അവളെ ഒന്ന് ആക്കി. പോടി. ഈഷ മുഖം തിരിച്ചു. ആട്ടമുണ്ട്. ആയിഷ അടക്കി ചിരിച്ചു. നീ കുക്ക് ചെയ്തോ അവിടെ? അവൾ ആകാംക്ഷയോട് ഈശോട് ചോദിച്ചു. ഒരുവിധം. എന്തൊക്കെയോ ഉണ്ടാക്കി. വലിയ രുചിയൊന്നും ഇല്ല എന്ന് കഴിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അഭിയേട്ടൻ ഒരക്ഷരവും പറയില്ല. ഹുയ്യോ, അഭിയേട്ടൻ എന്നൊക്കെ ആയല്ലോ അല്ലേ? സന്തോഷം. ആയിഷ പൊട്ടിച്ചിരിച്ചു. ഈശ അവളുടെ കയ്യിൽ പിച്ചി.
മിണ്ടാതിരിക്കുക ഐഷ, എല്ലാവരും നോക്കുന്നു. അവൾ കഷ്ടപ്പെട്ട് ചിരി ഒതുക്കി. അവർ സിസ്റ്റത്തിലേക്ക് കണ്ണു നട്ടു. ഒത്തിരി വർക്ക് അവൾക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. വേഗത്തിലെല്ലാം ചെയ്യാൻ തുടങ്ങി. അച്ഛമ്മേ, ശ്രീ ആ വൃദ്ധയുടെ അടുത്തേക്ക് ഓടി. ശ്രീകുട്ടി, അവർ വാത്സല്യത്തോടെ അവളുടെ മുടിയിൽ തലോടി. ഈ തണുപ്പിൽ നിന്ന് ഗ്ലാമറായിട്ടുണ്ട് കൊച്ചു കള്ളി. ശ്രീ ആ ചുളിഞ്ഞ കവളിൽ പിടിച്ചു വലിച്ചു. പോടി പോടി, നീ വളർന്ന വലിയ പെണ്ണായല്ലോ. ഓ പിന്നെ, കഴിഞ്ഞ വർഷം നിങ്ങൾ വന്നു പോയപ്പോഴും ഞാൻ ഇത്രയേ ഉള്ളൂ. പിന്നെ വലുതായിട്ടൊന്നുമില്ല. അവൾ ചുണ്ടുകൂട്ടി. ഇപ്പം മനസ്സിലായി നീ വലുതായിട്ടില്ലെന്ന്. ആ കുറുമ്പ് കണ്ട് അവർ ചിരിച്ചു. രജനിയും മനീഷും കൂടെ കൂടി. അമ്മേ, രജന അവരുടെ കൂടെ ഇരുന്നു. അമ്മയില്ലാതെ വളർന്നതാണ് താൻ. അച്ഛൻ്റെ സ്നേഹവും ലാളനയും ഇല്ലാതെ ജീവിച്ചതാണ്. ചേട്ടന്മാരായിരുന്നു തനിക്കെല്ലാം. അന്ന് അവരെയും വിട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ കാത്തു നിൽക്കുന്നത് എന്താണെന്ന പേടിയായിരുന്നു മുന്നിട്ട് നിന്നത്. എന്നാൽ അമ്മയുടെ അച്ഛൻ്റെയും സ്നേഹം വാരിക്കോരി തരാൻ ഈ അമ്മയുണ്ടായിരുന്നു അവിടെ തനിക്ക്. കൂടെ നിന്ന് മകളെപ്പോലെ കണ്ട ഒരമ്മ, തൻ്റെ അമ്മ. യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ മക്കളെ? അതെ അമ്മേ, ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. രചന മറുപടി പറഞ്ഞു. എന്താ നീ നിൽക്കുന്നേ? ഇവിടെ ഇരിക്ക്. അവർ മകനെ അടുത്തേക്ക് വിളിച്ചു. ഇവർ അമ്മയെ ഈച്ച പൊതിയും പോലെ പൊതിഞ്ഞിരിക്കുകയല്ലേ? എനിക്കെവിടെ സ്ഥലം? അയാളിൽ കുശുമ്പ്. കുറുമ്പ് കാട്ടാതെ ഇങ്ങ് വാടാ. ആ സ്നേഹശാസനം ഒരുപാട് മിസ് ചെയ്തിരുന്നു അയാൾ. അത് കേട്ടയുടനെ അയാൾ ചിരിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് അടുത്തിരുന്ന് സംസാരം തുടങ്ങി. അഭിമോൻ്റെ കല്യാണം കൂടാൻ പറ്റിയില്ല എനിക്ക്. അവർ സങ്കടപ്പെട്ടു. പെട്ടെന്ന് നടത്തൽ ആവശ്യമായോണ്ട അമ്മേ, രചന പറഞ്ഞു. ആ കുട്ടിയെ കാണണമെന്നുണ്ടായിരുന്നു. ജോലി ഒതുക്കി ഒരിക്കൽ അവർ രണ്ടുപേരും കൂടെ വരും അമ്മയുടെ അടുത്തേക്ക്. അനീഷാണ്. അവർ കൊച്ചിക്ക് പോയോ? അവിടെ എത്തി എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലമ്മ. ബ്രേക്ക് കിട്ടിയപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു ഇഷിയും ആയിഷയും. അപ്പോഴാണ് സോന എന്ന പുട്ടിഭൂതം അവിടേക്ക് വന്നത്. ഹലോ മിസ്സസ് സഫ്നാന്ത്. അവളൊരു പുച്ഛത്തോടെയാണ് വിളിച്ചത്. അവർ രണ്ടും അവളെ പുരുകം ചുളിച്ചു നോക്കി. എന്നാലും അപാരം തന്നെ. ഇതാളല്ലേ മിണ്ടാപ്പൂച്ച കലവടക്കി എന്നൊക്കെ പറയുന്നത്. അവൾ ചുണ്ടുകൂട്ടി. നീ എന്ത് തേങ്ങയാണിടി പറയുന്നേ? ആയിഷ ഹീറ്റായി. അവൾക്ക് ആദ്യമേ തീരെ ഇഷ്ടമല്ല സോനയെ. 4 കിലോ പുട്ടിയും ബുർജ് ഖലീഫയുടെ അത്രയുള്ള ഹീൽസും കുട്ടിയുടുപ്പും 1 കിൻഡിൽ അഹങ്കാരമുള്ള ഒരു പിശാച്ച്. സ്വന്തം ബോസിനെ വളച്ചൊടിച്ച് കെട്ടിയല്ലോ, അതാ പറഞ്ഞത്. അത് കേട്ട് ഇഷയുടെ മുഖം വാടി. ഇതൊക്കെ പ്രതീക്ഷിച്ചാണ്, പക്ഷെ കൈവിട്ട് പോകുന്നു. അതിനിപ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ലല്ലോ. മോളും വായം പൂട്ടി വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. പ്രോബ്ലം ഉണ്ടെങ്കിൽ നന്നായി. ഒന്ന് പോകുക നീ. ആയിഷ ഷൗട്ട് ചെയ്തു. ഞാൻ അവളോടാണ് സംസാരിക്കുന്നത്, നീ മിണ്ടണ്ട. സോന ആയിഷയ്ക്ക് നേരെ കൈ ചൂണ്ടി. ആയിഷ ആ വിരൽ പിടിച്ച് പിരിച്ചു. അവളോട് വേണ്ടാത്ത സംസാരം വേണ്ട. പഴയ പോലെ അല്ല അവളിപ്പോൾ. സാറിൻ്റെ വൈഫാണ്. നിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അവളോട് വെറുതെ മുട്ടാൻ വന്ന നീ പിന്നെ ഇവിടെ ഉണ്ടാവില്ല, മനസ്സിലായോ? ഭീഷണിയോടെ പറഞ്ഞുകൊണ്ട് ആയിഷ ആ വിരൽ വിട്ടു. അവൾ വേദന കൊണ്ട് പൊളഞ്ഞു. ഐ വിൽ ഷോ യു, സോന ദേഷ്യത്തിൽ പറഞ്ഞു. അയ്യേ, ഞാൻ അത്രക്കാരിയല്ല. മുഖത്ത് വല്ലാത്തൊരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ആയിഷ പറഞ്ഞപ്പോൾ നിലത്തമർത്തി ചവിട്ടിക്കൊണ്ട് സോന അവിടുന്ന് പോയി. ആയിഷ ചുണ്ടുകൂട്ടി. പുട്ടിഭൂതം വന്നേക്കുന്നു കേസ് വിസ്താരത്തിന്. ഇഷ അവളെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു. കൊണ്ടുപോയി ഉപ്പലിടടി നിൻ്റെ ഒലക്കമേലെ താങ്ക്സ്. വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞു വിടടി നിനക്ക് അവളോട്. അവൾ കലിപ്പായി. ഞാൻ എന്തു പറയാൻ ആയിഷ? ഒരു വീക്ക് വെച്ച് തരും ഞാൻ. ഇങ്ങി വാ. അവളെയും വലിച്ച് ആയിഷ അകത്തേക്ക് കയറി. ലഞ്ച് അവൾ പ്രിപ്പയർ ചെയ്തിരുന്നു. ആ ചേട്ടൻ്റെ വീട്ടിലേത് അവൻ ക്യാൻസൽ ചെയ്തു. അഭി ഷാനിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അവൾ ആയിഷയോടൊപ്പം ഉണ്ട്. എല്ലാ ദിവസത്തെയും പോലെ തന്നെയായിരുന്നു അവളോട് അവൻ പെരുമാറിയത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. അവൾക്കതെല്ലാം നല്ല ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുമെന്ന് അവൻ അറിയാമായിരുന്നു. ഇങ്ങനെ മതി, അവൾക്കും തനിക്കും അതാണ് നല്ലത്. ഈവനിങ് എല്ലാവരും വർക്ക് കഴിഞ്ഞിറങ്ങി. അവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നില്ല. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ അകത്തു തന്നെ നിന്നു. അഭിയേട്ടൻ എന്തേ ഇറങ്ങാത്തേ? ഒത്തിരി ലേറ്റ് ആവുമോ? എന്നാൽ ഞാൻ ബസ്സിൽ പോവാം. കുറച്ച് കഴിഞ്ഞ് ആയിഷയും യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ അവൾ തനിച്ചായി. അവൾ അവൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു. അവൻ പക്ഷെ അറ്റൻഡ് ചെയ്തില്ല. അവൾ പതിയെ അവൻ്റെ ക്യാബിൻ്റെ ഡോറിൽ നോക്ക് ചെയ്തു. യെസ് കമ്മിഷ. അവൻ്റെ ശബ്ദം കേട്ട് അവൾ അകത്തേക്ക് കയറി. ഫോൺ എടുത്തിട്ടില്ലേ? സൈലൻ്റ് ആണ്. വിളിച്ചിരുന്നോ താൻ? കഴിഞ്ഞില്ലേ? ഇത്തിരി കൂടിയുണ്ട്. ഒത്തിരി മെയിൽ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഒരുപാട് ലേറ്റ് ആവുമോ? ഇല്ല, തനിക്ക് ലേറ്റ് ആവുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒരുപാട് ലേറ്റ് ആവുമെങ്കിൽ ഞാൻ ബസ്സിന് പൊക്കോളാം. ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു റൂമിൽ, അതാ. ഓ, ഇതിപ്പം കഴിയും. വേണമെങ്കിൽ ഒരു ചായ കുടിച്ചു പോരൂ. വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. അവൾ അവിടെയുള്ള സോഫയിലിരുന്നു. പിന്നെ നിന്ന് നിവർത്തിയിട്ട കർട്ടൻ നീക്കി. അപ്പോൾ അവളുടെ കണ്ണ് വിടർന്നു. വാവ്, അവൾ അറിയാതെ പറഞ്ഞുപോയി. അവളുടെ എക്സ്പ്രഷൻ ഓർത്ത് അവൻ്റെ ചുണ്ടിൽ ലാപ്പിലേക്ക് നോക്കുമ്പോഴും ഒരു ചിരി വിരിഞ്ഞു. ഗ്ലാസ് ആയിരുന്നു ആ ഭാഗം. അതിൻ്റെ അപ്പുറത്ത് കുഞ്ഞു വാട്ടർഫോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെടികളും പൂക്കളും ഒക്കെയായി നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അഭിയേട്ടാ? ശ്രദ്ധിച്ചില്ലായിരുന്നോ? ലാപ്പിൽ നിന്ന് നോട്ടം മാറ്റാതെ ചോദിച്ചു. ഇല്ല. ഇതെന്താ ഇങ്ങനെ ഒരു പ്ലാൻ? ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ വലിയ ടാസ്ക്കാണ് ഇഷ. തല പെരുക്കും, മടുക്കും, ഒക്കെ ഇട്ടേച്ച് പോകാനൊക്കെ തോന്നും.
പക്ഷേ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നവനാണ് സക്സസ്ഫുൾ ബിസിനസ്മാൻ. സോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഒന്ന് ഫ്രീ ആവാൻ ചെയ്തതാണ്, ഒന്ന് കൂളാവാൻ, മനസ്സ് തണുക്കാൻ. നന്നായിട്ടുണ്ട്. അവളുടെ ചൊടിയിൽ പുഞ്ചിരി വന്നു. അടുത്ത ദിവസം അവർ പോകാനിറങ്ങിയപ്പോൾ സ്ട്രീറ്റിൽ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ഹായ് ചേച്ചി. ഇഷയെ കണ്ടപ്പോൾ അവർ ഓടി വന്നു. അവൾ ചിരിയോടെ അവരെ ചേർത്ത് പിടിച്ചു. കുറച്ച് ദിവസം കണ്ടില്ലല്ലോ ചേച്ചി, കൂട്ടത്തിലെ കുഞ്ഞനാണ്. ഇവിടെ ഇല്ലായിരുന്നുടാ. അവൾ അവൻ്റെ കവളിൽ വാത്സല്യത്തോടെ തലോടി. അയ്യോ, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ? അവളുടെ രൂപത്തിലെ മാറ്റം കണ്ട് പെട്ടെന്ന് ഒരു കുട്ടി ചോദിച്ചു. അതിനുവേണ്ടി നാട്ടിൽ പോയതായിരുന്നു. എന്നാലും ഞങ്ങളെ ക്ഷണിച്ചില്ല, അത് മോശമായി, ഒരാൾ പറഞ്ഞപ്പോൾ പിന്നെ അവർ എല്ലാവരും കലപല കൂട്ടി. സോറി കേട്ടോ, നിങ്ങൾക്ക് ഞാൻ വേറെ ട്രീറ്റ് തരാം പോരെ? അപ്പോഴാണ് അവർ ഒന്ന് അടങ്ങിയത്. ഇത് കാവൽ സാറെ അവരെ വീക്ഷിക്കുന്ന അപ്പിയെ ചൂണ്ടിയാണ് അവർ ചോദിച്ചത്. ഇതാണ് ഹസ്ബൻഡ്. അവൾ പരിചയപ്പെടുത്തിയപ്പോൾ അവന് മുന്നോട്ട് വന്നു. ചേട്ടനെ എവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ ആടോ ഞാൻ, അവൻ പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു. ഓഫീസ് സമയമായപ്പോൾ അവർ യാത്ര പറഞ്ഞു പിരിഞ്ഞു. അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ആർക്കും ഒഴിവില്ല. ഡയമണ്ട് കമ്പനിയുമായുള്ള മീറ്റിംഗ് ഉണ്ട് ഉച്ചയ്ക്ക്. അതിൻ്റെ മുന്നേ ഇന്നത്തെ മുഴുവൻ വർക്കും ചെയ്യണം. അതാണ്. ഉച്ചയായപ്പോഴേക്കും ഒരുവിധം എല്ലാവരും ക്ഷീണിച്ചിരുന്നു. ദേശ, നിന്റെ കെട്ടിയനോട് നാളെ ലീവ് തരാൻ പറയട്ടോ. മനുഷ്യൻ പണിയെടുത്ത് ചത്തു. ആയിഷ ഗർവിച്ചു. നടന്നത് തന്നെ. അവൾ ചിരിച്ചു. അതിനല്ലേ മോളെ നീയ്? കെട്ടിയോളെ പറഞ്ഞാൽ കേട്ടോളും. അയ്യടാ, അങ്ങനെ നീ സൂഹിക്കണ്ട. നാളെ നീയും വരും, ഞാനും വരും. ദുഷ്ട. അവൾ എഴുന്നേറ്റ് പോയി. മീറ്റിംഗ് ഹാളിൽ ഓരോ ടീമിലെയും ഒരാൾ ഒരുമിച്ച് കൂടി. അഭി അവൻ്റെ കമ്പനിയുടെ കാര്യങ്ങൾ ബ്രീഫായി പ്രസൻറ്റ് ചെയ്തു. ബാക്കി ഷാനും പറഞ്ഞു. അവർ കുറച്ചുകൂടി ഡിസ്കസ് ചെയ്ത് എഗ്രിമെൻ്റ് പത്രം സൈൻ ചെയ്തു. എല്ലാവരുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. അവരെ മാന്യമായി യാത്രയാക്കിയ ശേഷം അഭി എല്ലാവരെയും വിളിച്ചു വരുത്തി അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്തു. നാളെ ലീവ് കൊടുത്തുകൊണ്ടുള്ള അവൻ്റെ സംസാരം കേട്ട് എല്ലാവരും കൈയടിച്ചു. കഴിഞ്ഞ പ്രോജക്റ്റിൻ്റെ സക്സസ് സെലിബ്രേഷൻ നാളെ ഈവനിങ് ഉണ്ടാവുമെന്നും അവൻ അറിയിച്ചു. രചന കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൾ റൂമിലേക്ക് പോയി. നാളെ എവിടെ വെച്ച് അഭിയേട്ട ഫംഗ്ഷൻ? അവൻ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് അവൾ ചോദിച്ചത്. ഓഫീസിൽ നിന്ന് കുറച്ച് ദൂരം പോയാൽ ഒരു ഹാളുണ്ട്, കായലോരം ചേർന്ന്, അവിടെയാ. എന്തായാലും നാളെ ലീവ് കൊടുത്തത് നല്ല തീരുമാനമായി. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അവൾ പറഞ്ഞപ്പോൾ അവൻ പുഞ്ചിരിച്ചു. അവളിപ്പോൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. തമ്മിലുള്ള അകലം കുറയുന്നുണ്ട്. കമ്പനി കാര്യങ്ങളും മറ്റും തന്നോട് ഷെയർ ചെയ്യുന്നുണ്ട്. താൻ പറയുന്നതിനെ കേൾക്കുന്നുമുണ്ട്. അതിലെ പോസിറ്റീവ് വശം പറയാറുമുണ്ട്. അവൻ അതെല്ലാം ആശ്വാസം നൽകി. മനു ആ അമ്മയെ മരവിച്ചു പോയിരുന്നു. അവൻ്റെ സ്ഥിതി കണ്ട് തെറ്റായിരുന്നു താൻ ചെയ്തതെന്ന് പലപ്പോഴും തോന്നി. വേണ്ടായിരുന്നു, അവളെ ഒഴിവാക്കണ്ടായിരുന്നു. എൻ്റെ മോൻ അവളെ കൊടുക്കാമായിരുന്നു. എങ്കിൽ ഇന്ന് അവനെ എനിക്ക് ഇങ്ങനെ കാണണ്ടായിരുന്നു. മോനെ. അവരുടെ ശബ്ദം അതിദയനീയമായി. വേണ്ട, എന്നെ വിളിക്കല്ലേ അങ്ങനെ. നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ അവളെ അന്ന് വേണ്ടാന്ന് പറഞ്ഞേ. ആട്ടി ഓടിച്ചേ. അവൾ എന്നെ വെറുത്തില്ലേ? ശപിച്ചിട്ടുണ്ടാവില്ലേ? ഇന്ന് ഞാൻ കരയും പോലെ കരഞ്ഞിട്ടുണ്ടാവില്ലേ? അവൾ അന്ന് പറഞ്ഞിരുന്നു ഞാൻ അവളെ ഓർത്ത് കരയുമെന്ന്. ശരിയാ, കൈവിട്ട് പോയപ്പോഴാണ് കയ്യിലുണ്ടായിരുന്നത് അത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ ഞാൻ മണ്ടനാ, നിങ്ങളെ വിശ്വസിച്ച മണ്ടൻ. നിങ്ങളെയൊക്കെ ഇഷ്ടമായോണ്ടാ ഞാൻ അവളെ. പക്ഷെ അവളെയും ഇഷ്ടമായിരുന്നല്ലോ എനിക്ക്. ഇന്നിപ്പോൾ അവൾ എൻ്റെ അല്ല, അവൻ്റെയാ, അഭിനന്ദിൻ്റെ. അവൾ ഇഷ്ടത്തോടെ ആവുമോ? അവൾ എന്നെ മറന്നോ? അന്ന് അവൾ പറഞ്ഞൊക്കെ വെറുതെ ആവില്ലേ? എന്നോടുള്ള വാശിക്ക് പറഞ്ഞാവില്ലേ? എനിക്ക് വയ്യടി ഇഷ. അവൻ അലറിക്കൊണ്ട് അവിടെ കൊഴിഞ്ഞു വീണു. എന്തൊക്കെയോ സ്വപ്നം കണ്ടാണ് അവൾ ഞെട്ടി ഉണർന്നത്. ജഗ്ഗിലുള്ള വെള്ളം മടക്കായി കുടിച്ചവൾ. എന്നിട്ടും ഹൃദയം ശാന്തമാവുന്നില്ല. എനിക്ക് വേണ്ടി ആരോ കരയുന്നുണ്ട്. ആരാണത്? സ്വപ്നം വ്യക്തമല്ലായിരുന്നു, പക്ഷെ എന്നെ വിളിക്കുന്നുണ്ട്. ആ ശബ്ദം അവളുടെ തല പെരുത്തു. അപ്പുറത്ത് കിടക്കുന്ന അഭിയെ നോക്കിയപ്പോൾ ഹൃദയം അതിൻ്റെ ക്രമം കണ്ടെത്തിയത് അവൾ അറിഞ്ഞു. പതിയെ ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവളും നിദ്രയെ പുൽകി. തുടരും.